ഒന്നിലധികം തലമുറയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ അഭിനേതാക്കളെ വച്ച് സിനിമയെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച സംവിധായകനാണ് മണി. തന്റെ സിനിമകളിൽ മികച്ച അഭിനേതാക്കളെ തന്നെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷക പ്രീതി നേടിയ മണിയുടെ ചലച്ചിത്രങ്ങളിൽ ശക്തി സൗഭാഗ്യങ്ങളായി അണിനിരുന്നത് മലയാളത്തിന്റെ അഭിമാന താരങ്ങളായിരുന്നു. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് സത്യം മാസ്റ്റർ, പിന്നെ നസീർ സാർ, അവരെല്ലാം പിന്നെ തെക്കുറിശി, കൊട്ടാരക്കര, അങ്ങനെയുള്ള സകലവരും എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ താരമില്ല. മാസ്റ്റർ എടുത്തെല്ലാം ചെയ്ത് നമ്മൾ അഭിനയം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ ആ സീനിൻ്റെ മൂഡും ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അവരങ്ങ് സുഖമായിട്ട് ചെയ്തുകൊണ്ട് പോകും. നമ്മളെ കോൺട്രിബ്യൂഷൻ സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുക, സബ്ജക്റ്റിന് വേണ്ടിയുള്ള അവരെ ആ ലൈനിലേക്ക് ഇറക്കി വിടുക. പിന്നെ അവരത് അഭിനയിച്ചൊക്കെ നല്ലവണ്ണമാക്കി തരും, നല്ല രീതിയിൽ തരും അഭിനയിക്കും. അത് മരിച്ച ബാലകൻ നായർ ഒരു നാടകീയ മുഹൂർത്തത്തിന് നമുക്ക് 9 രസങ്ങളുണ്ടെന്ന് പറയും, അതായത് നവരസങ്ങൾ. ബാലകൻ നായരെ വിളിച്ചിട്ട് നമ്മളൊരു ക്ലോസപ്പോ അല്ലെങ്കിൽ ഒരു ഷോട്ട് വെച്ചിട്ട് ഒരു റിയാക്ഷൻ കാണിക്കാൻ പറഞ്ഞാൽ ഈ 9 കാണിച്ച് പിന്നെ വേണമെങ്കിൽ ഒരു 1-2 ഹിസ്റ്ററിയും കാണിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നവരസം എന്ന് പറഞ്ഞാൽ 9 ആണെങ്കിൽ നിർത്തിയത് അത് 10-12 ആകുകയെന്ന് വെച്ചാൽ അത്രത്തോളം എക്സ്പീരിയൻസ് ആണ് അത്. ആ കാലഘട്ടമെല്ലാം നല്ല കാലഘട്ടങ്ങൾ. തിയേറ്ററിൽ നിന്നൊരു ഇൻ്റർവെൽ കഴിഞ്ഞ് പോകുമ്പോഴേ ആ പടത്തിനെ പറ്റി ഒരു ഇമ്പ്രഷൻ നമ്മൾ കൊടുത്തു വിടണം. ഓപ്പണിങ്ങിന് ഒരു ഇമ്പ്രഷൻ ഉണ്ടായിരിക്കണം, എങ്കിലേ ഇനി ഇരുന്ന് കാണുള്ളൂ. ഇതുപോലെ ഇൻ്റർവെൽ ഇറങ്ങി പോകുമ്പോൾ നല്ല തൃപ്തിയായിട്ട് പോകുമ്പോഴേ അതിന് മുമ്പുള്ള ഘടകങ്ങൾ നമ്മൾ അതിനകത്ത് കയറ്റി കൊടുക്കണം. പിന്നെ പടം തീരും, പടത്തിൻ്റെതായ ക്ലൈമാക്സ് വരും. അതിൽ ഈ പ്രേക്ഷകൻ്റെ സകല ആവശ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിക്കണം. എങ്കിൽ തൃപ്തിയായിട്ട് ഇറങ്ങി പോകുമ്പോൾ കൊള്ളാടേ എന്ന് പറഞ്ഞിട്ട് പോവുകയും ഇല്ലെങ്കിൽ തല്ലിപ്പൊളി എന്ന് പറയും. സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർ സിനിമയെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ പടം എടുക്കാൻ വന്ന കാര്യം നടക്കില്ല. എല്ലാ കാര്യങ്ങളിലും പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഡയറക്ടർ വരെയുള്ള വിവരങ്ങളെപ്പറ്റി ആ മനുഷ്യന് അറിവുണ്ടെങ്കിൽ സക്സസ് ആവും. എന്നെ വെച്ചെടുത്ത ഒരു പ്രൊഡ്യൂസറും രണ്ടാമത് പടം എടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ അവർ 2 പടങ്ങൾ 3 പടങ്ങൾ എടുത്ത പ്രൊഡ്യൂസറും വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ടും മെച്ചമുണ്ടെന്നുള്ള ഷുവറാണ്. എൻ്റെ അവസാനത്തുള്ള പടങ്ങളെല്ലാം ഔട്ട്റേറ്റ് ആയിരുന്നു കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഡിസ്ട്രിബ്യൂട്ടർ വരും ഇത്ര രൂപ, ആ രൂപയ്ക്ക് സമ്മതിക്കാൻ കൊടുക്കും. അപ്പം പ്രൊഡ്യൂസർക്ക് നെറ്റ് പ്രോഫിറ്റ് ഇത്ര ഉണ്ടായിരിക്കും. ഔട്ട്സൈഡ് കേരള, ദുബായ് ഇതെല്ലാം പോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ ആയാലും ഒരു എമൗണ്ട് കിട്ടും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണതിന് ഒരു പ്രോഫിറ്റ് ആകുമ്പോൾ അവരും തൃപ്തിയാണ്.